ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് സദ്യ സ്പെഷ്യൽ വറുത്തരിശ്ശേരിയാണ്. വളരെ രുചികരമായിട്ടും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകുന്ന ആ ഒരു ടേസ്റ്റിലാണ് കേട്ടോ നമുക്ക് ഈ വറുത്തരിശ്ശേരി കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ എരിശ്ശേരി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുക്കർ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ വൻപയറാണ്. അപ്പോൾ മമ്പയറെന്നും പറയും വൻപയറെന്നും പറയും കേട്ടോ. അപ്പോൾ ഞാനിത് വെള്ളത്തിലേക്ക് ഇട്ടൊന്നും കുതിർക്കാനൊന്നും എടുത്തിട്ടില്ല, നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അരക്കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാം ഉണ്ട് ഈ വൻപയർ. അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ ചേർത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ മത്തനും കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഈ മത്തങ്ങ എടുത്തിട്ടുള്ളത് 300 ഗ്രാം അളവിലാണ് മത്തന എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാരണം ഈ വൻപയറൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതെല്ലാം ഒന്ന് വെന്തുടഞ്ഞ് ചേർന്നോളും. എന്നിരുന്നാലും ഏതെങ്കിലും പീസെങ്കിലും കുറച്ചൊന്നും ഉടയാതിരുന്ന അത്രയും നല്ലത്. കാരണം സാധാരണ എല്ലാ പീസും നന്നായിട്ട് തന്നെ ഒന്ന് വെന്തുടഞ്ഞ് ചേരും കേട്ടോ. അതിൻ്റെ പേരിൽ ഒരുപാട് ചെറിയ ചെറിയ പീസാക്കി നിൽക്കണ്ട, അത്യാവശ്യം വലിയ പീസാക്കി ചേർക്കാവുന്നതാണ്. ഇത് രണ്ടുമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കുരുമുളക് പൊടി ചേർക്കാറില്ല, ചില സ്ഥലങ്ങളിൽ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടാണ് എരിശ്ശേരി തയ്യാറാക്കാറ്. ഇനി നമ്മുടെ ഈ പയറിനും മത്തനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഈ ഒരു സമയം ഈ ഒരു അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ പയറും മത്തനും ഒക്കെ വേകാനും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കേണ്ട. കാരണം ചില ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ നമ്മൾ ഇത് കംപ്ലീറ്റ് വെള്ളം വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ പേരിൽ ഈ പയറൊക്കെ ഒന്ന് വെന്ത് കിട്ടാനും ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതിയാവും. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഒരു 3 വിസിൽ കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ 3 വിസിലാണ് ഞാനിപ്പോൾ ഇടുന്നത്. അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ സമയം വെച്ചിട്ട് നമുക്ക് പയർ വേകുന്നത് വരെയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മത്തന് ഒരു വിസിലുണ്ടേ നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് അതങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. പക്ഷേ പയർ വേകാതെ കിടക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ പയറിൻ്റെ ആ ഒരു അളവിനാണ് പയർ വന്നിട്ട് വേകാനായിട്ട് ഒരു 3 വിസിലാണ് ഇപ്പോൾ ഈ കുക്കറിൽ ആവശ്യമായിട്ടുള്ളത്. ഓരോരുത്തരുടെ കുക്കറിൻ്റെ ആ ഒരു വലിപ്പത്തിന് ആ സൈസിന് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ചിട്ട് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പയർ വേവിക്കാൻ എടുക്കുന്ന ആ കുക്കറിൻ്റെ അളവ് അറിയാമല്ലോ, വിസിലറിയാമല്ലോ, അത് മാത്രം നമ്മളൊന്ന് നോക്കിയിരുന്നാൽ മതിയാവും. എന്നാൽ ശരി, ഇതിങ്ങനെ ഇരുന്നൊരു 3 വിസിൽ വരട്ടെ. ഇതിപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൽ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം മാത്രം ഇതൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ ആ പ്രഷറൊന്നും പുറത്തേക്ക് കളയരുത്, എങ്കിൽ പിന്നെ പയർ വെന്തിട്ടുണ്ടാവില്ല. ഈ കംപ്ലീറ്റ് പ്രഷർ ഇങ്ങനെ ഇരുന്ന് പോകട്ടെ, അതിന് ശേഷം തുറന്ന് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തന്നെ നമ്മുടെ ഈ പയറും അതുപോലെ തന്നെ നമ്മുടെ മത്തനും എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മത്തനെല്ലാം ഒന്ന് പൊടിഞ്ഞു പോകും. അത് നമ്മൾ സാരാക്കണ്ട, കാരണം നല്ലതുപോലെ ഒന്ന് ഉടച്ച് തന്നെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് പയറെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പയറെല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തേങ്ങാക്കൂട്ടും കൂടിയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ടിന് വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. അതുപോലെ തന്നെ ഒരു 2 പച്ചമുളക്, വലിയ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം, ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളക് എടുക്കാം കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർക്കാവുന്നതാണ്. എരിശ്ശേരിക്ക് കുറച്ച് എരിവ് വേണം, അതിൻ്റെ പേരിലാണ്. കാരണം മത്തനൊക്കെ നല്ല മധുരമല്ലേ, അതിൻ്റെ പേരിലാണ്. കൂടെ തന്നെ അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു വെളുത്തുള്ളി അല്ലിയും കൂടി. അപ്പോൾ ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. അതായത് നമ്മുടെ അവിയലിനൊക്കെ നമ്മൾ അരച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് വേണം നമ്മുടെ എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് സ്മൂത്തായിട്ട് അരഞ്ഞു പോകരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം.
ഇതുപോലെ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് മാത്രമേ നമ്മുടെ തേങ്ങാക്കൂട്ട് അരഞ്ഞിരിക്കാൻ വേണ്ടി പാടുള്ളൂ. ഒരുപാട് ഇങ്ങനെ സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്. വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈ തേങ്ങാക്കൂട്ട് നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാട് തേങ്ങാക്കൂട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നമ്മൾ കുറച്ച് തേങ്ങ വറുത്ത് കൂടി ചേർക്കണുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങയുടെ ആ ഒരു പച്ച മണം മാറണ്ടേ, ആ ഒരു സമയം വരെ അതായത് 1 മിനിറ്റ് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇളക്കണം എന്നുള്ള ആവശ്യമില്ല. ഈ ഒരു സമയം ഉപ്പെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ചിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് മാറ്റി വയ്ക്കുക. അതായത് ഇപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടുന്നത് വരെ മാത്രം 1 മിനിറ്റും കുറച്ചും കൂടി കൂടുതലും മതിയാവും. കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് ഇരിക്കും തോറും കുറുകി തുടങ്ങും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങാ വറുവലും തയ്യാറാക്കിയെടുക്കാം. തേങ്ങാ വറുവലിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഈ നാടൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ചേർത്തേക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ്. 1/2 ടീസ്പൂണിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ ചേർക്കാവുന്നതാണ്. കടുകൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 3-4 വറ്റൽമുളക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടിയാണ്. തേങ്ങ കൂടുതൽ ചേർക്കും തോറും നമ്മുടെ എരിശ്ശേരിക്ക് കൂടുതൽ രുചികരമായിരിക്കും കേട്ടോ. എന്ന് വെച്ചിട്ട് ഒരുപാട് ചേർക്കാൻ വേണ്ടി നിൽക്കണ്ട. ഈ 1/2 കപ്പ് അളവ് തന്നെ ധാരാളം മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. അതായത് ഇങ്ങനെ നമ്മുടെ ഈ തേങ്ങയൊക്കെ ഒന്ന് മുരിഞ്ഞ തേങ്ങയെല്ലാം എരിശ്ശേരിയിൽ കിടക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക രുചിയിലാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മുടെ ഈ തേങ്ങ ഒന്ന് പകുതി അളവിലൊന്ന് മൊരിഞ്ഞ് തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും മാത്രം കറിവേപ്പില ചേർക്കാം. ഫസ്റ്റിലേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ മൊരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് കറിവേപ്പിലയുടെ ആ ഒരു കളറൊക്കെ പോയിട്ട് ഒന്ന് ഡാർക്കായി തുടങ്ങും. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പകുതി അളവിൽ നമ്മുടെ ഈ തേങ്ങ എല്ലാം ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഇനി ഉണ്ട് കേട്ടോ, കുറച്ചും കൂടി ഒന്ന് കളറ് മാറി വരണം. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ആവശ്യം പോലെ ചേർക്കാവുന്നതാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കാം. തേങ്ങയുടെ കളർ അല്പം കൂടി ഒന്ന് മാറി കിട്ടാനായിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ കറിവേപ്പില ഇപ്പോൾ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഈ തേങ്ങ എല്ലാം ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കളറായാൽ മതിയാവും. ഒരുപാട് സമയത്ത് വീണ്ടും ഡാർക്കാക്കി കളയണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കളറ് മാറിക്കഴിഞ്ഞാൽ തേങ്ങയുടെ കളർ ഒരുപാട് മാറിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രുചി ഉണ്ടാകും. കറിയാലോ, അത് കരിഞ്ഞു പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ എരിശ്ശേരിയിലേക്ക് ഈ താളിപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങാ വറുവൽ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ എരിശ്ശേരിക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. ഇനി സൂപ്പറായിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടുള്ള ഒരു വറുത്തെരിശ്ശേരിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയേക്കണം. ഇപ്പോൾ തന്നെ അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ എരിശ്ശേരി ഇരിക്കാനായിട്ട്. ഒരുപാട് വെള്ളമൊന്നും പാടില്ല, അങ്ങനെ ഇരിക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരുപാടൊന്നും നമ്മുടെ ഈ മത്തനൊന്നും അത്രയ്ക്ക് അങ്ങനെ ഉടച്ചു കൊടുത്തിട്ടില്ല. അതിൻ്റെ പേരിലാണ് ഈ മത്തനൊക്കെ അങ്ങനെ കിടപ്പുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഓണത്തിന് വറുത്തെരിശ്ശേരി എല്ലാം തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.